ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. ഞാനിവിടെ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യാന്നല്ലേ, മീൻ വെട്ടുവാണ് കേട്ടോ. മീൻ ഇന്ന് ലേറ്റായിട്ടാണ് കിട്ടിയത്. മീനൊന്നും ഇല്ല, ശരിക്കും പറഞ്ഞാൽ മീനൊന്നും വരുന്നില്ല. ആകപ്പാടെ വരുന്നത് ഈ ചെറിയ മത്തി, കൊഴുവ, കൊഞ്ച് അങ്ങനെയൊക്കെ വരുന്നുള്ളൂ. കണ്ട മത്തി, ഇതാണ് ചെറിയ മത്തി കേട്ടോ. തലയും മാലും പോയി കഴിയുമ്പോഴത്തേക്ക് ഒന്നും ഉണ്ടാകത്തില്ല. പിന്നെ എന്തെങ്കിലും കറി വെക്കാൻ വേണ്ടിയെന്ന് കരുതിയിട്ട് ഞങ്ങൾ വാങ്ങിച്ചത്. രാവിലെ മുതൽ മീൻ നോക്കിയിരിക്കുക. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ മീൻ വന്നത്. ഇപ്പോൾ സമയം 12:30 കേട്ടോ. ഉച്ചയ്ക്ക് നട്ടുച്ചയ്ക്കിരുന്ന് മീൻ വെട്ടുന്നു. ഇപ്പോൾ ഉച്ചയ്ക്കത്തേക്കുള്ള കുറച്ച് കറികളും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അപ്പം അതിപ്പോൾ തീരും. ഊണ് കഴിയുമ്പോഴത്തേക്ക് അത് തീരും. അപ്പോൾ വൈകിട്ട് പിന്നെ ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ചെറുതെങ്കിൽ ചെറുതെന്ന് കരുതിയിട്ട് വാങ്ങിച്ചു. പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ. 2 ദിവസം മുമ്പ് ഞാൻ ഈ ഒരു മത്തി വാങ്ങിച്ചായിരുന്നു. ചെറിയ മത്തി എന്ന് വെച്ചാൽ കരിച്ചാളയെന്നായിരുന്നു പറയുന്നത് കേട്ടോ. ഇവിടെയൊക്കെ കരിച്ചാള മത്തി എന്നാണ് പറയുന്നത്. ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്, വറുക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ എന്തെങ്കിലും കറിക്കായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ വാങ്ങിച്ചു. എല്ലാവരും ഇങ്ങനെയാണോ, മീനൊക്കെ ഉണ്ടോ? എങ്ങും മീനില്ലെന്ന് തോന്നുന്നു. പക്ഷേ നമ്മളിങ്ങനെ റോഡിൽ കൂടെ പോകുമ്പോഴത്തേക്ക് തോട്ടപ്പള്ളി അമ്പലപ്പുഴ ഭാഗത്തൊക്കെ ഒരുപാട് പേരും വലയിൽ നിന്ന് മീൻ എടുക്കുന്നതാണ്. പക്ഷേ നമുക്ക് അവിടെ വരെ ഒന്നും പോകാൻ പറ്റില്ലല്ലോ. പോകുന്ന വഴിക്കത്താണെങ്കിൽ നമ്മൾ വേറെ ആവശ്യങ്ങൾക്ക് പോകുന്നതുകൊണ്ട് മീനൊട്ട് വാങ്ങിച്ചുകൊണ്ട് വരാനും പറ്റത്തില്ല. നമ്മളെന്താ പറയുക, വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ മീൻ, ഞങ്ങൾ എറണാകുളത്തായിരുന്നപ്പോൾ ഞങ്ങൾ ഒരു നാട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നല്ല നല്ല മീനൊക്കെ കൂട്ടാം. എന്ന് വെച്ചാൽ കടപ്പുറമൊക്കെ അടുത്താണല്ലോ, തോട്ടപ്പള്ളിയിലൊക്കെയാണ്, തോട്ടപ്പള്ളി ഒക്കെയാണല്ലോ കടൽ. അപ്പോൾ നമുക്ക് എപ്പോഴും മീൻ കിട്ടും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇവിടെ വന്നപ്പം ഇതിനെക്കാട്ടിലും നന്നായിട്ട് കിട്ടുമായിരുന്നു എറണാകുളത്ത്. ഇപ്പോഴത്തെ ഒട്ടും മീനില്ലാത്ത അവസ്ഥ. അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അങ്ങനെ മീനെല്ലാം വൃത്തിയാക്കി ഞാൻ പെട്ടെന്ന് തന്നെ അത് കറിയുമാക്കി കേട്ടോ. ഇനി അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വൈകിട്ട് കറി വെക്കാൻ നിൽക്കണ്ടല്ലോ എന്ന് കരുതി കൈയോടെ തന്നെ ഞാൻ കറിയൊക്കെ വെച്ചു. മഴ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചാറ് നിൽക്കുന്നുണ്ട്. പിന്നെ മത്തിയൊക്കെ വെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് വല്ലാത്തൊരു നാറ്റമായിരുന്നു. പെട്ടെന്ന് തന്നെ കുളിയും കൂടെ കഴിഞ്ഞു. മീൻ വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുളിച്ചില്ലെങ്കിൽ എത്ര നമ്മൾ സോപ്പിട്ട് കഴിയാലും ആ ഒരു സ്മെല്ല് പോകത്തില്ല. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. ഇനി എന്ത് സുന്ദരിയായേക്കാം. ഒരു മോയ്സ്ചറൈസ് ക്രീം, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു മോയ്സ്ചറൈസ് ക്രീം ഇടും. അത് മാത്രമാണ് എൻ്റെ ഒരു സൗന്ദര്യ സംരക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മക്കളൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, ഇനി എന്തോന്ന് എന്നൊക്കെ ഒരു ചിന്ത വരും. ബ്യൂട്ടീഷ്യനാന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഒരു ലുക്കില്ലാത്ത ബ്യൂട്ടീഷ്യൻ എന്നാണ് കേട്ടോ എനിക്ക് പേര് വരുന്നത്. അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് 4:30 ഇനിയിപ്പോൾ ചായ ഇട്ട് കളയാം. ഇനി അതിന് വേണ്ടിയിട്ട് സമയം മാറ്റിയൊക്കെ ഉണ്ടെന്ന് എഴുതിയിട്ട് ഞാൻ ചായ ഇടാനായിട്ട് കയറി. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെയൊക്കെയാണല്ലേ, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. എല്ലാ ദിവസവും ഒരേപോലെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക, ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുക, പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ചായ ഉണ്ടാക്കുക. ഇതൊക്കെ തന്നെയാണ് നമ്മുടെയൊക്കെ ഓരോ വീട്ടമ്മയുടെയും ജോലിയല്ലേ. അങ്ങനെ ചായടിയിലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാൻ ഇവിടെ അടുക്കളയിൽ ഞാൻ കുറച്ച് ചെടികളൊക്കെ ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. ചെറിയ ചട്ടിയിലാക്കി ഇത്തിരി കാണാനായിട്ട് ഇലച്ചെടികൾ, ഭംഗിയൊക്കെയുള്ള ഇലച്ചെടികൾ വെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ട് വെച്ചാൽ പിന്നെ എല്ലാ ദിവസവും ഇതിൻ്റെ ചില ഇലകളൊക്കെ ഇങ്ങനെ ഉണങ്ങി നിൽക്കും. ആ ഇലകളൊക്കെ നമ്മൾ എടുത്ത് കളഞ്ഞ് ചെറുതായിട്ടൊന്ന് വെള്ളം കുടഞ്ഞൊക്കെ വെക്കും. അപ്പോൾ അത് നല്ല ഫ്രഷ്നെസ്സോട് കൂടി നിൽക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പെരയ്ക്കകത്തൊക്കെ ഇങ്ങനെ ചെടി വെക്കാനായിട്ട്. ചെടികൾ, പൂക്കൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് എപ്പോഴും തന്നുകൊണ്ടേയിരിക്കും. പിന്നെ നമ്മുടെ മൈൻഡും നല്ല ഫ്രഷ്നെസ്സോട് കൂടി നിൽക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തതും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത്. കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.